ഹായ് ഓൾ, നമുക്ക് 2026 ജെയ് മെയിൻ ഫേസ് 1-ൻ്റെ ജാനുവരി 22 സെക്കൻഡ് ഷിഫ്റ്റിൻ്റെ 22nd ക്വസ്റ്റ്യൻ നമുക്ക് എന്താക്കാം ചെയ്യാം. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലെറ്റ് ദിസ് വൺ ഗിവ് ഔട്ട് ദ ഗിഫ്. ഇഫ് ആൽഫ ഈസ് ഈക്വൽ ടു integral 0 to 64 x raised to 1/3 minus step of x raised to 1/3 dx, then 1 by pi into integral 0 to alpha pi sin square theta divided by sin raised to 6 theta plus cos raised to 6 theta d theta is equal to. അതായത് ഇവിടുന്ന് നമ്മൾ ആദ്യം ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ആ ആൽഫയുടെ വാല്യൂ ഉപയോഗിച്ചിട്ട് വേണം അടുത്ത ഇൻ്റഗ്രൽ നമ്മൾ എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ. അതാണ് ഇതിൻ്റെ ഒരു ഇത്. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഈ ആൽഫ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തൽക്കാലം എന്താക്കുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്യാം. റെഡിയല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് കോപ്പി ചെയ്യണം. അപ്പോൾ ആ ക്വസ്റ്റ്യനെ ഞാൻ രണ്ട് എന്താക്കുന്നതാണ് ഇൻ്റഗ്രലായിട്ട് ഇപ്പം മാറ്റും. അല്ലെ, അതിൽ ഒന്നാമത്തെ ഇൻ്റഗ്രൽ വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു തരത്തിലാണുള്ളത്. ഓക്കെ, അതായത് ഇതിനെ ഞാൻ മാറ്റി എഴുതുകയാണ്. അതായത് ഇൻ്റഗ്രൽ വാട്ട് ഇസ് ദാറ്റ് 0 to 64 what is that? Yes, x raised to 1/3 dx minus integral 0 to 64 എന്താണ്? Yes, step of x raised to 1/3 dx എന്ന് വരും. എന്താണ് ഇൻ്റഗ്രൽ 0 to 64 x raised to 1/3 dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം x raised to 1/3 plus 1 അല്ലെ എന്ന് പറഞ്ഞാൽ 4/3 ആണ് അല്ലെ, അഥവാ x raised to 4/3 ഡിവൈഡ് ബൈ എന്താണ് 4/3 അല്ലെ. എവിടെ മുതൽ എത്ര വരെ? 0 മുതൽ 64 വരെ അല്ലെ. അതിന് ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1/3 അല്ലെ, ഇവിടെ നമുക്കിവിടെ 3/4 ബാക്കിയാവും അല്ലെ. 4/3 3/4 ബാക്കിയാവും. ഓക്കെ അല്ലെ? യെസ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 64 റേസ് ടു എന്താണ്? യെസ്, 4/3 മൈനസ് വാട്ട് ഈസ് ദാറ്റ് 0 റേസ് ടു 4/3. എന്താണ് 64 റേസ് ടു 4/3 എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം 64 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4/3 4 power 4 എന്ന് കിട്ടും. റെഡിയല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം, ഇതിനെ കട്ട് ചെയ്യാം. ഇവിടെ 4 ക്യൂബ് എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പം 4 ക്യൂബ് തന്നെ എന്താണ് മക്കളെ? 60 അല്ല, ഒരു 4 എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്യാം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ 4 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ 4 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 3 ഇൻറ്റു എന്തായിടാ 64 എന്ന് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 192 എന്ന് കിട്ടി. അപ്പോൾ ഈ ഇൻഡെക്സിൽ കിട്ടി 192. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇൻഡെക്സിൽ ഇത് കണ്ടുപിടിക്കലാണ് മെയിൻ ടാസ്ക് അല്ലേ. അത് അത്ര എളുപ്പമുള്ള സാധനമാണോ എന്ന് വെച്ചാൽ ഓക്കെ, മേ ബി അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ അതായത് ഇൻ്റഗ്രൽ 0 to 64 ഓക്കെ സ്റ്റെപ്പ് ഓഫ് എക്സ് റൈസ് ടു 1/3 dx. ഓക്കെ അല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റെപ്പ് x/3യുടെ പീസ് വൈസ് എക്സ് റൈസ് ടു 1/3യുടെ പീസ് വൈസ് ഡെഫിനിഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് എന്താക്കുക ഇതിന് ചെയ്യുക. റെഡി അല്ലേ? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണേ. നമുക്കറിയാം സ്റ്റെപ്പ് എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, അതിന് ഈ പീസ് വൈസ് ഡെഫിനിഷൻ്റെ ചേഞ്ചിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഇൻറ്റിജർ പോയിന്റ്സ് അല്ലെ, അഥവാ 0 1 2 3 4 അല്ലേ എക്സെട്ര ആകുമ്പോഴാണ്. ഓക്കെ, സ്റ്റെപ്പ് എക്സ് ആണ് ക്വസ്റ്റൻ എങ്കിൽ. അപ്പോൾ സ്റ്റെപ്പ് ഓഫ് എക്സ് റൈസ് 1/3 ആണ് ക്വസ്റ്റൻ എങ്കിൽ അല്ലേ, എക്സ് റൈസ് 1/3 ഈസ് ഈക്വൽ ടു 0 1 2 3 4 5 അല്ലേ, അതേപോലെ തന്നെ 6 എക്സെട്രയാണ്. റെഡി അല്ലേ? അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റിജർ വരുന്നതാണ് ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ചേഞ്ചിങ് പോയിന്റ്, ഡെഫിനിഷൻ ചേഞ്ചിങ് പോയിന്റ്. പക്ഷേ നമുക്ക് എക്സ് റൈസ് 1/3 അല്ല, എക്സിൻ്റെ വാല്യൂ ഇവിടെ ബേസ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എക്സ് റൈസ് 1/3 = 0 1 2 3 എക്സെട്ര ആണെങ്കിൽ നമുക്കറിയാം എക്സ് എന്ന സാധനം 0 1 8 അതേപോലെ 27 അതേപോലെ എന്താണ് 64 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവനെ നമുക്ക് എന്താക്കാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. ഇൻ്റഗ്രൽ 0 to 64 അല്ലെ സ്റ്റെപ്പ് ഓഫ് എക്സ് റൈസ് ടു 1/3 dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ആദ്യം 0 to 1 അല്ലെ 0 to 1 0 dx. ഓക്കെ അല്ലേ? പിന്നെ മക്കളെ 1 to 8 അല്ലെ എന്താണ്? യെസ് 1 dx എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്തത് 8 to 27 എന്താണ് മക്കളെ? യെസ് 2 dx എന്ന് കിട്ടും. ഇനി 27 to 64 നമുക്ക് എന്ത് കിട്ടും? 3 dx എന്ന് കിട്ടും. റെഡിയല്ലേ? അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 0-ൻ്റെയും 1-ൻ്റെയും അടുക്ക് സ്റ്റെപ്പ് എക്സ് റൈസ് 1/3യുടെ വാല്യൂ 0 ആണ്, ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ. 1-ൻ്റെയും 8-ൻ്റെയും അടുക്ക് സ്റ്റെപ്പ് എക്സ് റൈസ് 1/3യുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ്. നിങ്ങൾ ആലോചിക്കട്ടെ, 1 ഇതിന് അല്ലെ, അതായത് എക്സ് ഇതേപോലെ തന്നെ 1-ൻ്റെയും 8-ൻ്റെയും ഇടയിൽ കിടക്കുമ്പോൾ എക്സ് റൈസ് 1/3 ഇടയിൽ കിടക്കുന്ന 1-ൻ്റെയും 8 റൈസ് 1/3 അല്ലെ, 8 റൈസ് 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 8 അല്ലേ, 1-ൻ്റെയും 2-ൻ്റെയും അടുക്കാണ്.
അപ്പോൾ അങ്ങനെ എക്സ് റൈസ് 1/3 1നും 2ൻ്റെ ഇടയിൽ കിടക്കുന്ന സമയത്ത് സ്റ്റെപ്പ് ഓഫ് എക്സ് റൈസ് 1/3 എവിടെ കിടക്കുക, അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, അത് 1 ആയിരിക്കും. അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ലോജിക്. ഓക്കെ, അപ്പോൾ ഇവൻ ഇൻ്റഗ്രൽ നമുക്ക് എന്തായാലും 0 കിട്ടും. ഇതാണെങ്കിൽ നമുക്ക് 8 - 1 അല്ലെന്ന് പറയുമ്പോൾ 7 എന്ന് കിട്ടും. ഇതാണെങ്കിൽ മക്കളെ 2 ഇൻറ്റു എന്താണ് 27 - 8 അഥവാ 19 എന്ന് കിട്ടും. പ്ലസ് ഇതാണെങ്കിൽ 3 ഇൻറ്റു എന്താണ് 64 - 27 എന്ന് കിട്ടും. റെഡി അല്ലേ? ഇതിനൊക്കെ നമുക്ക് എന്താക്കാം, സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. റെഡി, ഞാൻ ഇൻ്റഗ്രൽ ചെയ്യുന്ന സ്റ്റെപ്പാണ് മുഖ്യം കേട്ടോ. അപ്പോൾ ഇവിടെ 7 പ്ലസ് എന്താണ് 38 എന്ന് വരും. ഇതാണെങ്കിൽ 64 - 27 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഉണ്ട് അല്ലേ? യെസ്, ഓക്കെ. 3 ഇൻറ്റു 64 - 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57 അല്ലേ? 57 47 37 അല്ലേ? 3 ഇൻറ്റു 37 എന്ന് വരും. ചെയ്ത് കഴിഞ്ഞാൽ 45 പ്ലസ് 37 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 37 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 111 അല്ലേ വരിക? അതെ, 111. അപ്പോൾ ഇതാണ് 156 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലേ? 156. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഫൈനലി വേണ്ടത് എന്താണ്? ഇവൻ്റെ വാല്യൂ ആണ്. ഓക്കെ അല്ലേ? ഇവൻ്റെ വാല്യൂ ആണ് എന്താക്കേണ്ടത്? ഫൈനലി വേണ്ടത്. ഓക്കെ, ഇവന് 2 ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഒന്ന് ഇത് 192 എന്ന് കിട്ടി, മറ്റേത് 156 എന്ന് കിട്ടി അല്ലേ? ഇവൻ്റെ വാല്യൂ 192 കിട്ടി, ഇത് 156 എന്ന് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഈസ് വാട്ട്? അവിടെ 36 എന്ന് കിട്ടി. റെഡി അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താക്കരുത് മക്കളെ? തുടരുത്, ചെയ്യരുത് കേട്ടോ. റെഡി അല്ലേ? കാരണം ഇത്രയും ലെങ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം എന്താക്കുക, അത് ചെയ്യുക. റെഡി അല്ലേ? യെസ്, ഓക്കെ, ഡൺ. ഇത്രയും ഓക്കെ, റെഡി. ഇനി അടുത്ത ആൽഫയുടെ വാല്യൂ കിട്ടി അല്ലേ? സോ വൺസ് ആൽഫയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവനെ നമുക്ക് എന്ത് ചെയ്യാം? അടക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അതായത് ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻ്റഗ്രൽ. അവനെ നമുക്ക് തൽക്കാലം ഐ എന്നൊക്കെ വിളിച്ചിട്ട് വേണമെങ്കിൽ എന്താക്കാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കാരണം ഇത് ലെങ്തി ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഒരുപാട് പണിയുണ്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഐ എന്ന് വിളിച്ചിട്ട് എന്താക്കി? ഇൻ്റഗ്രേറ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി മക്കളെ? 36 കിട്ടി. റെഡി അല്ലേ? ഓക്കെ, 36 ആൽഫ 36 കിട്ടി. സോ ഇവിടെ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 36π ഓക്കെ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ റൈസ് 6 തീറ്റ പ്ലസ് കോസ് റൈസ് 6 തീറ്റ ഡി തീറ്റ ഓക്കെ എന്ന് കിട്ടി. ഇനി ഇത് നമുക്ക് പറ്റുന്ന പ്രോപ്പർട്ടിയൊക്കെ അനുസരിച്ചിട്ട് ഇവനെ എന്താക്കുക? നമ്മളെ സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം ഞാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to nt f of x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n into 0 to x n into 0 to t n into 0 to t f x dx ആണ് അല്ലെ. ദിസ് ഈസ് ഫോർ വാട്ട്? പീരിയോഡിക് ഫങ്ഷൻസ് അല്ലെ. പീരിയോഡിക് ഫങ്ഷൻസ് ആണ് ഈ ഒരു സംഗതി എന്താവുക നടക്കുക അല്ലെ. അഥവാ എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈസ് ഇക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് ആകുന്ന സമയത്ത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പീരിയഡ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? പൈ ആണ് അല്ലെ. ഇതൊരു പീരിയോഡിക് ഫംഗ്ഷനാണ്. ഇതേപോലെ ഹയർ ആയിട്ടുള്ള ഒരു വലിയ നമ്പർ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഇത് പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ പീരിയഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് പൈ അല്ലെ. കാരണം സൈൻ സ്ക്വയർ തീറ്റൻ്റെ പീരിയഡ് എന്താണ്? പൈ ആണ്. അതേപോലെ സൈൻ റൈസ് 6ൻ്റെയും കോസ് റൈസ് 6ൻ്റെയൊക്കെ പീരിയഡ് എന്താണ്? പൈ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് പീരിയഡ് എന്താണ്? പൈ ആണ്. ആക്ച്വലി നമ്മൾ പൈ ബൈറ്റൊക്കെ ഇട്ട് ചെക്ക് ചെയ്യണം, പക്ഷേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ പൈ ആണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഇതിപ്പോൾ ഞാൻ ഇതിനെ എഫ് ഓഫ് തീറ്റ എന്ന് വിളിച്ചു വിവരിക്കാം. എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ റൈസ് 6 തീറ്റ പ്ലസ് കോസ് റൈസ് 6 തീറ്റ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ എഫ് ഓഫ് പൈ പ്ലസ് തീറ്റ ചെയ്താൽ എനിക്ക് എഫ് ഓഫ് തീറ്റ പൈ പ്ലസ് തീറ്റ കഴിഞ്ഞാൽ എഫ് ഓഫ് തീറ്റ തന്നെ കിട്ടും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം, കിട്ടും. അറിയാമല്ലേ. അപ്പോൾ അതാണ് പീരിയോഡിക്. അപ്പോൾ ഇത് പീരിയോഡിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് വെച്ചാൽ ഇവിടെ ഹയർ ആയിട്ടുള്ള 36 പോലെ നമ്പർ വന്നുകൊണ്ടാണ്. അപ്പോൾ അത് പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, ഇത് പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഇവൻ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇത് ഞാൻ എഫ് ഓഫ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് പൈ പ്ലസ് തീറ്റ ഇത് എഫ് ഓഫ് തീറ്റ തന്നെ എനിക്ക് എന്താവുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ആ പീരിയോഡിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി തിങ്ക് ചെയ്യാനുള്ള റീസൺ ഇവരാണ്. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ട് പറയും? യെസ് 36 ഡിവൈഡ് ബൈ എന്താണ്? പൈ അല്ലേ. ഇൻറ്റു എന്താണ്? യെസ് ഇൻ്റഗ്രൽ 0 to പൈ എന്തോടാ? യെസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ റൈസ് ടു 6 തീറ്റ പ്ലസ് കോസ് റൈസ് ടു 6 തീറ്റ ഡി തീറ്റ എന്ന് വന്നു. ഓക്കെ അല്ലേ. യെസ് ഓക്കെ. ഇനി ഞാൻ അടുത്ത് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പ്രോപ്പർട്ടി എന്ത് ചെയ്യണം മക്കളെ? അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ അല്ലേ. എന്ത് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക,
യെസ് ഹാഫിംഗ് ദ അപ്പർ ലിമിറ്റ്. ഹാഫിംഗ് ദ അപ്പർ ലിമിറ്റ് എന്ന പ്രോപ്പർട്ടി അപ്ലൈ ആണ് അല്ലേ. ഇവിടെ ഹാഫിംഗ് ദ അപ്പർ ലിമിറ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ തീറ്റയുടെ സ്ഥാനത്ത് അല്ലേ, അഥവാ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് ഞാൻ പൈ മൈനസ് തീറ്റയെ റീപ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ പൈ മൈനസ് തീറ്റ എന്ന് വരും അല്ലേ. ഇവിടെ അതേപോലെ തന്നെ സൈൻ റേസ് ടു 6 എന്താണ് പൈ മൈനസ് തീറ്റ അല്ലേ, പ്ലസ് അവിടെ എന്താണ് കോസ് റേസ് ടു 6 പൈ അല്ലേ. അഥവാ തീറ്റയുടെ സ്ഥാനത്ത് പൈ മൈനസ് തീറ്റനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് തന്നെയാണ് കിട്ടുക അല്ലേ. സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ അല്ലെ സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റ എന്ന് അത് തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പം അങ്ങനെ എഫ് ഓഫ് പൈ മൈനസ് തീറ്റ അല്ലെങ്കിൽ എഫ് ഓഫ് എ മൈനസ് തീറ്റ, എഫ് ഓഫ് എ മൈനസ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എ മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു എനിക്ക് എഫ് ഓഫ് എക്സ് തന്നെ കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്പർ ലിമിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഹാഫ് ചെയ്യാം അല്ലെ. ആൻഡ് പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. റെഡി അല്ലേ. അപ്പർ ലിമിറ്റിനെ ഹാഫ് ചെയ്തിട്ട് പുറത്ത് നമുക്ക് എന്താക്കാം 2 അല്ലെ. എപ്പോഴാണ് നടക്കുക, അതായത് എഫ് ഓഫ് പൈ മൈനസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് തീറ്റ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെ. അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെഡി അല്ലേ. യെസ്. അപ്പം ഇത്രയുമായി. അപ്പം എന്തിനാണ് ഞാനിതിനെ ഹാഫ് ആക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അടുത്ത ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ്. റെഡി അല്ലേ. അതായത് നിങ്ങളിവിടെ 72 ഡിവൈഡ് ബൈ പൈ എന്ന് തന്നെ ആയിക്കോട്ടെ. ഇൻ്റഗ്രൽ എന്താണ്, യെസ് 0 to പൈ ബൈ 2. ഓക്കെ, എന്താണ്, യെസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എന്താ, യെസ് സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് എന്താണ്, യെസ് കോസ് റേസ് ടു 6 തീറ്റ അല്ലെ ഡി തീറ്റ എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ തീറ്റയ്ക്ക് പകരം എന്താണ് പൈ ബൈ 2 മൈനസ് തീറ്റ ഞാൻ ചെയ്യുകയാണ് അല്ലെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐ അല്ലെ ഇസ് ഇക്വൽ ടു 72 ഡിവൈഡ് ബൈ പൈ ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 അല്ലെ. അവിടെ സൈൻ സ്ക്വയർ പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ എന്നായിട്ട് മാറും. ഇവിടെയാണെങ്കിൽ മക്കളെ യെസ് കോസ് റൈസ് ടു 6 തീറ്റ എന്നായിട്ട് മാറും അല്ലെ. ഏത്, ഈ സൈൻ റൈസ് ടു 6 തീറ്റ അല്ലെ. സൈൻ റൈസ് ടു 6 പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞ സാധനം കോസ് റൈസ് 6 തീറ്റ അല്ലേ. കാരണം സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ കോസ് തീറ്റ അല്ലേ. അപ്പോൾ സൈൻ റൈസ് 6 ആകുമ്പോൾ കോസ് റൈസ് 6 ആകും. റെഡി അല്ലേ. അതുപോലെ കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ എന്താണ്, സൈൻ തീറ്റയാണ്. അപ്പോൾ ഇത് സൈൻ റൈസ് ടു എന്താണ് 6 തീറ്റ എന്ന് വരും. റെഡി അല്ലേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഡി തീറ്റ എന്ന് വന്നു. അപ്പം ഞാനിവിടെ ഐ പ്ലസ് ഐ അല്ലെ, ഞാൻ എന്താക്കി 2i എന്ന് കൊടുത്തു അല്ലേ. പകരം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 72 ഡിവൈഡ് ബൈ പൈ ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 എന്ത് വേണം, താഴെയാണെങ്കിൽ സൈൻ റൈസ് ടു 6 തീറ്റ പ്ലസ് കോസ് റൈസ് ടു 6 തീറ്റ എന്ന് വരും. മുകളിലാണെങ്കിൽ മക്കളെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും അല്ലേ. അങ്ങനെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ 1 ആണ്. ഇവിടെയാണെങ്കിൽ ഇത് ക്യാൻസൽ ആയി 36 തന്നെ ആയിട്ട് മാറി. റെഡിയല്ലേ. അപ്പോൾ അത് 1 വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എന്താക്കിയത്, ഇവിടെ ആ പറഞ്ഞ കിങ്സ് പ്രോപ്പർട്ടി ഞാൻ എന്ത് ചെയ്ത് അപ്ലൈ ചെയ്തതും. റെഡിയല്ലേ. സോ വൺസ് കിങ്സ് പ്രോപ്പർട്ടിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഐ ഈസ് ഇക്വൽ ടു എന്തായിട്ട് മാറിയടാ, യെസ് 36 ഡിവൈഡ് ബൈ പൈ അല്ലടാ, യെസ് ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 അല്ലേ. യെസ് 1 ഡിവൈഡ് ബൈ സൈൻ റൈസ് ടു 6 തീറ്റ പ്ലസ് കോസ് റൈസ് ടു 6 തീറ്റ എന്നായിട്ട് മാറി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ മാത്രം എന്താക്കാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ അല്ലേ. സൈൻ റൈസ് ടു 6 തീറ്റ പ്ലസ് അല്ലെങ്കിൽ അല്ല ഇവനെ മാത്രം അല്ലെ, ലിമിറ്റും അല്ലെ പുറത്തുള്ള ചങ്ങാതിയൊന്നും ഇല്ലാതെ സിംപ്ലിഫൈ ചെയ്ത് ഇവനെ തിരിച്ചു കൊണ്ടുവരാം. ഇവിടെ സൈൻ റൈസ് ടു 6 തീറ്റ പ്ലസ് യെസ് കോസ് റൈസ് ടു 6 തീറ്റ അല്ലെ ഡി തീറ്റ. ഓക്കെ അല്ലേ. എടാ ഈ സൈൻ റൈസ് ടു 6 തീറ്റ ഡിവൈഡ് ബൈ കോസ് റൈസ് 6 നമുക്ക് 1 - 3 എന്ത് ചെയ്യാം, നമുക്ക് യെസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്നാക്കി മാറ്റാലോ. റെഡിയല്ലേ. അങ്ങനെ ആക്കി മാറ്റി കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, അടുത്ത സ്റ്റെപ്പിൽ ഞാനൊരു ബൈ 4 കൊടുത്തു. ഓക്കെ അല്ലേ. ഇവിടെയാണെങ്കിൽ ഇൻറ്റു 4 കൊടുത്തു. അപ്പോൾ ഇത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ അല്ലേ. ആ 2 സൈൻ തീറ്റ ദ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ് സൈൻ സ്ക്വയർ 2 തീറ്റ അല്ലേ സൈൻ സ്ക്വയർ 2 തീറ്റ. ഇവിടെ 3/4 ഉണ്ടായിരുന്നു അല്ലേ. ആ 3/4 ഞാൻ ക്രോസ് ചെയ്തു, നമുക്കിവിടെ ഇങ്ങനെയായിട്ട് മാറി. അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, അതിനങ്ങോട്ട് നല്ലത് അതിനെ ക്രോസ് ചെയ്യുന്നതിനങ്ങോട്ട് നല്ലത് ഇവിടെയും ഞാൻ എന്താക്കാം 4നെ കൊണ്ട് അല്ലേ, അഥവാ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്റർ ഞാൻ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 4 എന്ന് വരും. റെഡി അല്ലേ. ഇവിടെ 4 എന്ന് വരും. ഓക്കെ അല്ലേ. ഇവിടെ ആണെങ്കിൽ 4 - 3 സൈൻ സ്ക്വയർ 2 തീറ്റ എന്നായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ മാറി. റെഡി അല്ലേ. അപ്പോൾ അത്രയുമായ സ്ഥിതിക്ക് നമുക്ക് ഇവനെ എങ്ങനെയാക്കാം മക്കളെ, ശ്രദ്ധിക്കുക, ഇൻ്റഗ്രൽ അല്ലെ നോക്കണേ. ഇവിടെ 4 ഡിവൈഡ് ബൈ അല്ലെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് സൈൻ സ്ക്വയർ 2 തീറ്റ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോസ് സ്ക്വയർ 2 തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 4 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ 2 തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ 2 തീറ്റ എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 4 സീക്ക് സ്ക്വയർ 2 തീറ്റ എന്ന് വരും.
മൈനസ് ടാൻ സ്ക്വയർ 2 തീറ്റ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ സീക്ക് സ്ക്വയർ 2 തീറ്റയെ നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ 2 തീറ്റ എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. ഓക്കെ അല്ലേ? സോ 4 ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ 2 തീറ്റ റെഡി അല്ലേ എന്ന് മാറ്റി എഴുതാം. മൈനസ് 3 ടാൻ സ്ക്വയർ 2 തീറ്റ എന്ന് മാറ്റി എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ അവന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ വാട്ട് ഈസ് ദാറ്റ്, ഇവിടെ 4 സീക്ക് സ്ക്വയർ 2 തീറ്റ ഓക്കെ ഡിവൈഡഡ് ബൈ ഇവിടെയാണെങ്കിൽ 4 പ്ലസ് ഓക്കെ 4 ഓക്കെ പ്ലസ് ടാൻ സ്ക്വയർ 2 തീറ്റ 4 ടാൻ സ്ക്വയർ തീറ്റ മൈനസ് ഓക്കെ ടാൻ സ്ക്വയർ 2 തീറ്റ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ അതായത് എനിക്ക് ഇവിടെ എങ്ങനെ മാറ്റിയത് നമുക്കുള്ള ഇവിടെ 36 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു അല്ലേ ഇവിടെ ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 അല്ലേ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 4 അല്ലെ പുറത്ത് 4 ഉണ്ട്. ഇവിടെയാണെങ്കിൽ സീക്ക് സ്ക്വയർ 2 തീറ്റയുണ്ട് അല്ലേ ഡിവൈഡ് ബൈ ഇവിടെയാണെങ്കിൽ ടാൻ സ്ക്വയർ 2 തീറ്റ റെഡിയല്ലേ ടാൻ സ്ക്വയർ 2 തീറ്റ പ്ലസ് 4 എന്നാക്കി മാറ്റി അവന്. അതായത് ഇവരെ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് എന്താക്കിയതാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ്, എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നു. റെഡിയല്ലേ? സോറി, ഇൻ്റഗ്രേറ്റ് ചെയ്യല്ല, സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇനി എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, ഹാവിങ് ദ അപ്പർ ലിമിറ്റ് കൊടുക്കാം. അല്ല, അതായത് ഞാൻ ഇവിടെ എഫ് ഓഫ് തീറ്റ ആണെങ്കിൽ എഫ് ഓഫ് പൈ മൈനസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും തന്നെ ആയിരിക്കും നമ്മളെ യെസ് എഫ് ഓഫ് തീറ്റ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്കിവിടെ 6 സ്ക്വയർ 2 ഇൻറ്റു എന്താണ് യെസ് ഓക്കെ പൈ ബൈ 2 മൈനസ് തീറ്റ അല്ലേ സോറി പൈ മൈനസ് അല്ല പൈ ബൈ 2 മൈനസ് തീറ്റ ഡിവൈഡ് ബൈ ടാൻ സ്ക്വയർ 2 ഇൻറ്റു എന്താണ് യെസ് പൈ ബൈ 2 മൈനസ് തീറ്റ ഓക്കെ അല്ലേ പ്ലസ് 4 റെഡി അല്ലേ? അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സീക്ക് സ്ക്വയർ ഓക്കെ അല്ലേ എന്ത് കിട്ടും 2 തീറ്റ ഡിവൈഡ് ബൈ ടാൻ സ്ക്വയർ 2 തീറ്റ പ്ലസ് 4 തന്നെ കിട്ടും. ഓക്കെ അല്ലേ? സെയിം തന്നെ കിട്ടുന്നത്. അതായത് എഫ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എഫ് ഓഫ് തീറ്റ തന്നെ എന്താവുന്നത് മക്കളെ കിട്ടുന്നുണ്ട്. റെഡി അല്ലേ? അപ്പം അങ്ങനെയാണ് നമുക്ക് ഇവിടെ അപ്പർ ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ ഹാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പർ ലിമിറ്റ് ഹാഫ് ചെയ്യുമ്പോൾ ഇവിടെ 36 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 4 ഇൻറ്റു അല്ലെ 2 ഇൻറ്റു ഇവിടെ ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 4 എന്തായി സിക്സ് സ്ക്വയർ 2 തീറ്റ ഡിവൈഡ് ബൈ ടാൻ സ്ക്വയർ 2 തീറ്റ പ്ലസ് 4 എന്ന് വരും. ഓക്കെ അല്ലെ ഡി തീറ്റ. അടുത്ത സമയം നമ്മൾ ചെയ്യുന്നത് നമ്മളെ പുട്ട് ടി ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ യെസ് ടാൻ 2 തീറ്റ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഡി ടി ഈസ് ഈക്വൽ ടു എന്താണ് യെസ് ഓക്കെ ഈ 2നെ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായി കാര്യം. ഓക്കെ അല്ലേ? യെസ് എന്താണ് 2 ഡി ടി ഈസ് ഈക്വൽ 2 സിക്സ് സ്ക്വയർ 2 തീറ്റ ഡി തീറ്റ എന്ന് വരും. അത് മാത്രമല്ല അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ലിമിറ്റ് ചെയ്യുമാക്കണം അല്ലേ? അതായത് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 when theta is equal to 0 okay t is equal to അല്ലേ t is equal to tan 2 into 0 അല്ലെ എന്ന് പറഞ്ഞാൽ tan 0 എന്ന് കിട്ടും. റെഡി അല്ലേ? 0 എന്ന് കിട്ടും. and when theta is equal to എന്താണ് മക്കളെ പൈ ബൈ 2 ഓക്കെ സോറി പൈ ബൈ 2 അല്ല പൈ ബൈ 4 ഓക്കെ അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ടാൻ പൈ ബൈ 2 അല്ലെ ടാൻ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റി എന്ന് കിട്ടും. റെഡി അല്ലേ? അപ്പം അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് എന്തിട്ടാ യെസ് 36 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 4 അല്ലെ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി അല്ലേ 1 ഡിവൈഡ് ബൈ ടി സ്ക്വയർ പ്ലസ് 4 അല്ലേ 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഡി ടി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ 36 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 4 ഇൻറ്റു അല്ലേ ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് യെസ് 1/2 ടാൻ ഇൻവേഴ്സ് ടി ബൈ 2 ആണ്. റെഡി അല്ലേ? അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഈ പറഞ്ഞതിലേക്ക് ഇവിടെ 2 എന്തായിട്ട് പോയി ക്യാൻസൽ ആയിട്ട് പോയി. ആ 36 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 72 ആണ്. അപ്പോൾ 72 ഡിവൈഡ് ബൈ എന്താണ് പൈ ഓക്കെ അല്ലേ ഇൻറ്റു ഓക്കെ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ടി ബൈ 2 അല്ലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ 0 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലേ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് വരും അല്ലടാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 72 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ബൈ 2 ആണ് മൈനസ് ഇവിടെ എന്ത് കിട്ടിയിട 0 എന്ന് കിട്ടി. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പൈ ക്യാൻസലായി. സോ ഫൈനൽ നമുക്ക് ആൻസർ കിട്ടുക 36 ആണ്. റെഡി അല്ലേ? 36 ആണ് റൈറ്റ് ആൻസർ. ഞാൻ പറഞ്ഞു എന്താണ് ഇത് അത്യാവശ്യം എന്താണ് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് എന്താണ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ 36 ആണ് അതിൻ്റെ മക്കളെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ.